സൺഡേ ഞാൻ പൊതുവേ 8 മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്. ഇങ്ങനെ ലേറ്റായി എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. ഇപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് ഡോവിൻ്റെ സോപ്പാണ് ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ലേറ്റായി എഴുന്നേറ്റത് കൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ആവേശം കൊണ്ട് റവയുടെ ഉപ്മാവ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പം പറ്റുന്ന കയ്യിൽ കിട്ടുന്ന വെജിറ്റബിൾസൊക്കെ ഞാൻ എടുത്ത് അതിൽ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ തേങ്ങയൊക്കെ ചിരകി വെച്ചു, കടുകിട്ടു, പൊട്ടിച്ചു. പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇതിലോട്ട് തട്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമ്മുടെ റവ അതിലോട്ടിട്ട് ഇളക്കി സിമ്മിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കും. പിന്നെ ലാസ്റ്റ് അതിന് മുകളിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കും. അപ്പോൾ നമ്മുടെ റവ ഉപ്മ റെഡി. കുറച്ച് സമയം ഒന്ന് ഹസിൻ്റെയും മോളെയും കൂടെ ചിൽ ചെയ്തതിന് ശേഷം ഇനി നേരെ ലഞ്ച് പ്രിപ്പറേഷൻ. ഇന്ന് കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാന്. കുറച്ച് നെയ്യ് ഒഴിച്ചു, അതിലോട്ട് പട്ട ഗ്രാമ്പൊക്കെ ഇട്ടു. 1 ഗ്ലാസ് അരി, അതാണ് ഞങ്ങൾ മിക്കവാറും ആ ഒരു ഗ്ലാസ്സിലാണ് അരി എടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം 3 വിസിൽ അടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചും അരിഞ്ഞും എടുക്കാം. കുക്കറിൽ തന്നെയാണ് ചിക്കൻ മസാല ഉണ്ടാക്കുന്നതും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരിഞ്ഞ് വെച്ച തക്കാളി കൂടി ചേർത്ത് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വിസിൽ വന്നതിന് ശേഷം, അതായത് ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് റൈസൊക്കെ അതിലോട്ട് തട്ടി പിന്നെ ഞാൻ കുറച്ച് കശുവണ്ടി, മുന്തിരി, നൈസായിട്ട് കട്ട് ചെയ്ത സവോളയും വറുത്ത് വെച്ചിരുന്നു. ലാസ്റ്റ് അതും മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനായിട്ടുള്ള സലാഡ് തയ്യാറാക്കാം. തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ക്യാരറ്റ്, കുക്കുംബർ, സവോള, പച്ചമുളക്, മല്ലിയിലയും കൂടെ ചേർത്ത് നമ്മുടെ ബിരിയാണിയുടെ കൂടെ നമുക്ക് കഴിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ്, ഞാൻ ഉണ്ടാക്കിയതൊട്ട് പറയുന്നതല്ല, സൂപ്പർ ബിരിയാണി. എന്നോട് എൻ്റെ ഓഫീസിലെ കൊളീഗ് ചോദിക്കാറുണ്ടായിരുന്നു, അനുഷ എവിടെയാണ് തുണികളൊക്കെ വിരിച്ചിടാറുള്ളതെന്ന്. ഇവിടെയാണ് കേട്ടോ ഞാൻ തുണികളൊക്കെ വിരിച്ചിടാറുള്ളത്. പിന്നെ ഇന്ന് എടുത്ത തുണികളൊക്കെ എനിക്ക് മടക്കി വെക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതോടുകൂടി കഴിയാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡുമായിട്ട്.